RL നിതിൻ രാജിന്റെ നാടായ തിരുവനന്തപുരം നെടുമങ്ങാട്ടും ഹർത്താൽ പൂർണ്ണമാണ്. KSRTC ബസ്സുകളും പ്രൈവറ്റ് വാഹനങ്ങളും തടയുകയാണ്. ഷബീദ് റാവുത്തർ നെടുമങ്ങാട് നിന്ന് ചേരുന്നു. ഷബീദ്, വിശദാംശങ്ങൾ. ഇതിന്റെ നാടായിട്ടുള്ള നെടുമങ്ങാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഈ തിരുവനന്തപുരത്തേക്ക് കണക്ടിവിറ്റി ഉള്ള പ്രധാനപ്പെട്ട റോഡ് അത് ഈ സമരാനുകൂലികൾ തടഞ്ഞ് അവർ മുദ്രാവാക്യം വിളിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല ഇവിടെ ഈ പറയുന്ന പോലീസ് എത്തിയിരുന്നു. പോലീസുമായി ഇവർ ചില സമയങ്ങളിൽ തർക്കവും ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. കാരണം ഏതെങ്കിലും തരത്തിൽ സ്വകാര്യ വാഹനങ്ങൾ തടയരുത് എന്ന് പോലീസ് പറഞ്ഞു. പക്ഷേ അവശ്യ സർവീസുകളിൽ അവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന സ്വകാര്യ വാഹനങ്ങൾ തടയില്ല എന്ന് സമരാനുകൂലികൾ പറഞ്ഞപ്പോഴാണ് ആ സംഘർഷത്തിന് കുറച്ച് അയവ് വന്നത്. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പല ആളുകൾ, അതായത് ഈ നെടുമങ്ങാട്, ആര്യനാട്, അതേപോലെ തന്നെ ബോണക്കാടിന് തൊട്ട് താഴ്ഭാഗത്തുള്ളത് വിതുര അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ തിരുവനന്തപുരത്തേക്ക് നിത്യേന ജോലിക്കൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ നെടുമങ്ങാട് എന്ന് പറയുന്നത്. അവിടുത്തെ ബസ് കണക്ടിവിറ്റി അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഒരു ഭാഗത്തേക്ക്, ഇതിന്റെ മറുഭാഗം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ബസ്സുകൾ ഇങ്ങനെ തടഞ്ഞിട്ടിരിക്കുന്നത് കാണാം. വലിയ പോലീസ് സന്നാഹം ഈ ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് വെച്ചാണ് ഈ വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. അതായത് തിരിച്ച് വന്ന വഴിക്ക് തന്നെ തിരിച്ചു പിടിക്കുകയാണ്. അതായത് ചെങ്കോട്ടയിൽ നിന്നടക്കം അതല്ലെങ്കിൽ ഈ സംസ്ഥാന അതിർത്തിയിൽ നിന്നടക്കം വാഹനങ്ങൾ തിരുവനന്തപുരത്തേക്ക് അന്തർ സംസ്ഥാന ചരക്ക് വാഹനങ്ങളൊക്കെ അടക്കം എത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ആ പ്രദേശമാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരത്തിലേക്കുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരഭാഗത്തേക്കുള്ള ചരക്ക് ഗതാഗതം അടക്കമുള്ള കാര്യങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ട്. ആ വാഹനങ്ങളടക്കം കുറച്ചപ്പുറത്തേക്ക് പോലീസിന്റെ നിർദ്ദേശപ്രകാരം പിടിച്ചിട്ടിരിക്കുകയാണ്. അതേസമയം ഈ നെടുമങ്ങാട്ട് നിന്ന് അല്ലെങ്കിൽ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ തിരുവനന്തപുരം നഗരത്തിലേക്ക് ജോലിക്ക് പോകേണ്ട ആളുകൾ അവർ ഇവിടെ ഇപ്പോഴും തുടരുകയാണ്. 10 മണിക്ക് ശേഷവും ഏതെങ്കിലും തരത്തിൽ ഈ വാഹനങ്ങൾ കടത്തിവിടാൻ പറ്റില്ല എന്നുള്ളതാണ് സമരാനുകൂലികളുടെ നിലപാട്. നെടുമങ്ങാട് നിന്ന് ഷബീദ് റാവുത്തർ വിവരങ്ങൾ നൽകിയായിരുന്നു. നിതിന്റെ നാടായ നെടുമങ്ങാട്ട് ഹർത്താൽ പൂർണ്ണമാണെന്നാണ് ഷബീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.